ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 515ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലെസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാട് പള്ളിക്കൊക്കെ അടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കനും ഞെക്കുക. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രോപ്പർട്ടിയിലെത്തിയിരിക്കുകയാണ്. 20 സെൻറ്റ് ലാൻഡാണ് നമുക്ക് ഇത് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. നല്ല പ്രകൃതിയോട് ഒത്തിണങ്ങി നിൽക്കുന്ന നല്ലൊരു ഫ്രണ്ടേജ്, വെള്ളമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ നല്ലൊരു സീനറിയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. നല്ല കണ്ടവും നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒരു കായലിൻ്റെ തീരത്ത് ഉള്ള ഒരു പ്രോപ്പർട്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല സീനറി, നല്ല 4 മണിക്കാറ്റിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എന്നാൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇവിടെ വെള്ളം കയറത്തില്ല. നല്ല ഉയർന്ന് ഇരിക്കുന്ന ലാൻഡാണ്. ഇതാ കണ്ടല്ലോ, വെള്ളം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ആ ഒരു ഫ്രണ്ടേജ്, ആ നിൽക്കുന്ന വാഴയൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ടേജ് ലഭിക്കും. നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴിയുടെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് അവിടെയൊക്കെ കണ്ടല്ലോ, ദൂരെയൊക്കെ വീടുകളൊക്കെ കാണാം. അതൊക്കെ 4 മണിക്കാറ്റിൻ്റെ അവിടുത്തെ വീടുകളാണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. മൺറാട് പള്ളിയുമായിട്ടൊക്കെ 1 കിലോമീറ്ററിനകത്തേ ദൂരമുള്ളൂ. മൺറാട് പള്ളിയിലൊക്കെ വരുന്നവർക്കൊക്കെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കോട്ടയം ടൗണിലേക്ക് ഇവിടുന്ന് 6.8 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മണർകാട് ജംഗ്ഷനിലോട്ട് 1.5 കിലോമീറ്റർ കൂടുതൽ ദൂരം വരുന്നില്ല. ബൈപ്പാസ് റോഡിലേക്ക് 1 കിലോമീറ്ററും അതുപോലെ തന്നെ KK റോഡിലേക്കും നമുക്ക് ഇവിടുന്ന് ആക്സസ് ഉണ്ട്. അങ്ങോട്ട് 2 കിലോമീറ്ററുമാണ് ദൂരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് ജാതി അതുപോലെ തന്നെ ഇപ്പോൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള, അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില മരങ്ങളും ചെടികളും ഒക്കെ മാത്രമേ ഉള്ളൂ. കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. നല്ല വീട് വെക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഗോഡൗണുകളോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ചെറിയൊരു ഫാക്ടറി മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. നിലവിൽ ഇപ്പം നമുക്ക് നല്ല രീതിയിലൊരു വീട് വയ്ക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാവശ്യത്തിനും ഉപയോഗിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കാവമ്പടി അമ്പലം, മറ്റ് പള്ളികൾ, ഓർത്തഡോക്സ് യാക്കോബ പള്ളികൾ, നമുക്ക് കോട്ടയം ടൗണിലേക്ക് അതുപോലെ ഏറ്റുമാനിലേക്കൊക്കെ പോകാനായിട്ട് അധികം ദൂരമില്ല. എയർപോർട്ടിലൊക്കെ പോകുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.